ഇത് മഹാരാഷ്ട്രയിലെ കുഡാൾ റെയിൽവേ സ്റ്റേഷൻ. വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലെ അംബോളി വാട്ടർഫാൾസ് കാണാനായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മലപ്പുറത്ത് നിന്നുള്ള ഒരു ടീമിനോടൊപ്പം ഞങ്ങൾ 32 പേർ ഒത്തുകൂടി. വെളുപ്പിന് 4 മണിക്ക് കുഡാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവിടെ ഞങ്ങൾക്കുള്ള വാഹനം കാത്തു നിൽക്കുന്നതിനിടെ പരിസരത്തുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് വീഡിയോയും ഫോട്ടോയും എടുത്തു. മനോഹരമായ ഭൂപ്രകൃതി ആസ്വദിച്ചു. അത് കഴിഞ്ഞ് റിഫ്രഷ്മെൻറ്റ് കഴിഞ്ഞു. അടുത്തതായി ടൂറിനെ പറ്റിയുള്ള ബ്രീഫിംഗ് അബുവും ടൂർ കോർഡിനേറ്റർമാരായ അബുവും ഫറൂഖും കൂടി നൽകി. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലെ അംബോളി വാട്ടർഫാൾസ്, കാവൽഷെറ്റ് വാട്ടർഫാൾസ്, ട്രിബോസ് വാട്ടർഫാൾസ്, ഹിരണ്യകേശി ക്ഷേത്രം, അതുപോലെ ബാബ വാട്ടർഫാൾസ്, ഇത് ഇത്രയുമായിരുന്നു പ്രധാന ആകർഷകങ്ങൾ. ഞങ്ങളെയും കൊണ്ട് വാഹനം ജനവാസ മേഖലകളിലൂടെ പർവ്വതനിരകളിലേക്ക് കയറി തുടങ്ങി. ഇരുവശവും മനോഹരമായ ഗ്രീനറിയോടുകൂടിയ വനമേഖല. ഒളിഞ്ഞും തെളിഞ്ഞും പർവ്വതനിരകൾ അകലെ കാഴ്ച. അതിമനോഹരമായ യാത്ര. ആരെയും മോഹിപ്പിക്കുന്ന പ്രകൃതി ഭംഗി. ദൂരെ നിന്ന് തന്നെ മലനിരകൾ നമുക്ക് കാണാം. മഞ്ഞണിഞ്ഞ കോട മൂടിയ, കോട പുതച്ചുറങ്ങുന്ന മലനിരകളെ അതിവെളുപ്പിനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ശാന്തസുന്ദരമായ ഭൂപ്രകൃതി. ഇത് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലെ സവിശേഷതയാണ്. ധാരാളം മലനിരകൾ, സഹ്യാദ്രി മലനിരകൾ, ധാരാളം വെള്ളച്ചാട്ടങ്ങൾ. ഇത്ര കുത്തനെയുള്ള ഭൂപ്രകൃതിയിൽ നിന്ന് കുത്തനെ വെള്ളച്ചാട്ടം, വളരെ ഉയരത്തിൽ നിന്ന് വെള്ളച്ചാട്ടം നമുക്ക് ദൃശ്യമാകും. അത് അനുഭവിച്ചറിയാം. അതിനടുത്ത് പോകാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് നാം പോകുന്നത്. അങ്ങകലെയായി മഞ്ഞു പുതച്ചുറങ്ങുന്ന മലനിരകൾ സഞ്ചാരികളെ മാടി വിളിക്കുന്നു. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ഉച്ച സ്ഥായിയിലുള്ള പർവ്വതനിരകളിൽ നമ്മൾ ചെന്നെത്തും. അത്രയും ഹൈറ്റിൽ നിന്ന് അതിന് മുകളിൽ നിന്ന് വാട്ടർഫാൾസ് നമുക്ക് അടുത്ത് കാണാം, അടുത്ത് ആസ്വദിക്കാം, അടുത്തറിയാം. നമ്മൾ അംബോളി വാട്ടർഫാൾസിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അംബോളി വാട്ടർഫാൾസിനടുത്ത് നിന്ന് ദൂരെ മലനിരകളുടെ ദൃശ്യമാണ് ഈ കാണുന്നത്. വളരെ ആകർഷകമായ, മനോഹരമായ, ആരും നോക്കി നിന്നു പോകുന്ന ഭൂപ്രകൃതി. ഇത് അംബോളിയുടെ പ്രത്യേകത. റെയിൻകോട്ടൊക്കെ ഇട്ട് എല്ലാവരും റെഡിയായി അംബോളി വാട്ടർഫാൾസിൽ കയറാനുള്ള, അംബോളി വാട്ടർഫാൾസ് ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് 20 രൂപയാണ് ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് വാട്ടർഫാൾസിലേക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ മറ്റെങ്ങുമില്ലാത്ത വിധം ഇവിടെ സ്റ്റെപ്പ് കെട്ടി ഒരുക്കിയിട്ടുണ്ട്. കൈവരിയുമുണ്ട്. തെന്നി വീഴാതെ സശ്രദ്ധം നമുക്ക് മുകളിലേക്ക് കയറിപ്പോയി ഏറ്റവും മുകളിൽ ചെന്ന് കുത്തനെ ചാടി വരുന്ന വെള്ളത്തിൽ മനം നിറയെ
വെള്ളച്ചാട്ടം ആഘോഷിക്കാം, ആസ്വദിക്കാം. അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് വാട്ടർഫാൾസിലൊന്നും ഇത്രയും സൗകര്യം കണ്ടിട്ടില്ല. ദുർഘടം പിടിച്ച പാതയുണ്ട്, അതിപ്പുറത്തോട്ട് മാറിയാണ്. പക്ഷേ ഇവിടെ മുകളിൽ കയറി പോകാനായിട്ട് സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടെ നമുക്ക് ദൂരദൃശ്യങ്ങളും കാണാം. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടെ സഞ്ചാരികളുടെ ദർശന സമയം. ഇടയ്ക്ക് നമുക്ക് ചെറുകടികളും ഒക്കെ വാങ്ങി കഴിക്കാനുള്ള സൗകര്യങ്ങളും കടകൾ ധാരാളമുണ്ട്. എല്ലാവരും പാചകം പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. പ്രത്യേകതരം വിഭവങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടുത്തെ തന്നെ സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകതരം വിഭവങ്ങൾ നമുക്കിവിടെ കാണാം. അമ്പോളി സൂപ്പറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോയത്. പ്രഭാത ഭക്ഷണത്തിന് സ്വാഗത് ഹോട്ടലിൽ, സിന്ധുദുർഗിലെ സ്വാഗത് ഹോട്ടലിലാണ് പോയത്. വിവിധതരം ആഹാര സാധനങ്ങളുടെ ഡിസ്പ്ലേ അവിടെയുണ്ട്. പ്രധാനമായി താളി, എല്ലാ ഫുഡിൻ്റെ കൂടെയും താളി എന്ന് പേര് ചേർത്ത് അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആഹാരങ്ങൾ. അവിടെ സ്വാഗത് ഹോട്ടലിൽ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. അടുത്തത് ഹിരണ്യകേശി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. ഹിരണ്യകേശി ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രമാണ്. അവിടെ നിന്നാണ് ഹിരണ്യകേശി നദി ഉത്ഭവിക്കുന്നത്. അത് വനത്തിനുള്ളിലുള്ള ഒരു അമ്പലമാണ്. ഇത് ഹിരണ്യകേശി ക്ഷേത്രം. ഇവിടെ നിന്നാണ് ഹിരണ്യകേശി നദി ഉത്ഭവിക്കുന്നത്. ഇതിനകത്തൊരു ഗുഹാക്ഷേത്രവുമുണ്ട്. ചുറ്റി നടന്ന് കണ്ട നല്ല ഭൂപ്രകൃതി, ശാന്തസുന്ദരമായ അന്തരീക്ഷം, പ്രത്യേകത നിറഞ്ഞ മരങ്ങൾ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും നമ്മൾ നേരെ കാവൽഷെറ്റ് വ്യൂ പോയിന്റിലേക്ക്. കാവൽഷെറ്റ് വ്യൂ പോയിന്റിൽ കോട അല്ലെങ്കിൽ മഞ്ഞ് പെട്ടെന്ന് നിറയും, പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഒറ്റ സെക്കൻഡിൽ മഞ്ഞ് മാറിയപ്പോഴുള്ള സീനറിയാണ് ഈ കാണുന്നത്. നിറയെ വാട്ടർഫാൾസാണ്. കുറച്ചുകൂടെ മഞ്ഞ് മാറുമ്പോൾ അവിടെ എവിടെയായി വെള്ളം ഒലിച്ചു വരുന്നത് നമുക്ക് കാണാം. നല്ല സീനറി, നല്ല കാഴ്ച. സഞ്ചാരികളെല്ലാവരും നോക്കി നിന്ന് ആസ്വദിച്ച് മനം കുളിർക്കെ കണ്ട് ആസ്വദിക്കാൻ സിന്ധുദുർഗ് ഒരു അടിപൊളി ലൊക്കേഷനാണ്. സിന്ധുദുർഗിലെ കാവൽഷെറ്റ് വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. നിറയെ വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് ഇത്. റിവേഴ്സ് വാട്ടർഫാൾസ്. സാധാരണ വെള്ളം ഗുരുത്വാകർഷണ ബലം കൊണ്ട് താഴേക്കാണ് പോകുന്നത്. ഇവിടെ വെള്ളം തിരിച്ച് മേളിലേക്ക് തന്നെ വരുന്ന കാഴ്ചയാണെന്നാണ് ഈ കാണുന്നത്. അത് കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ് വെള്ളം തിരിച്ച് മുകളിലേക്ക് തന്നെ വരുന്നത്. താഴേക്ക് പോകാതെ ആ വെള്ളം തിരിച്ച് മേളിലേക്ക് തന്നെ പോകുന്നത് കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ്. ഇതൊരു പ്രത്യേക അനുഭവമാണ് ഇവിടെ എത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റിവേഴ്സ് വാട്ടർഫാൾസ്. അത് കാവൽഷെറ്റ് വ്യൂ പോയിന്റിലെ ഒരു അസുലഭ കാഴ്ച. ഇവിടുത്തെ സ്നാക്ക് പാർലറുകളാണ് ഈ കാണുന്നത്. സ്വദേശികളായ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിക്കഴിക്കാൻ കിട്ടും. ധാരാളം കടകളുണ്ട്. എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് കടകളുടെ വിഭവങ്ങളുടെ മെനു. എന്നാലും നമുക്ക് പല കടകൾ സെലക്ട് ചെയ്തെടുക്കാനുണ്ട്. ഉച്ചയ്ക്ക് സ്വാഗത് ഹോട്ടലിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം, അമ്പോളി താലി, അതായിരുന്നു ഉച്ചയൂണിന്. വിഭവസമൃദ്ധമായ ആഹാരം, ചപ്പാത്തി, ചോറ്, വെജിറ്റബിൾ ഫുഡാണ്. അതിനോടൊപ്പം മറ്റു പല കറികളും. അത് കഴിഞ്ഞ് നേരെ ബാബ വാട്ടർഫാൾസിലേക്കാണ് പോയത്. ബാബ വാട്ടർഫാൾസ് വളരെ ചെങ്കുത്തായ പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം പതിക്കുന്നതാണ്.
നോക്കത്ത ദൂരത്ത് നിന്നാണ് ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനടുത്ത് പോയി താഴെ ഇറങ്ങി കളിക്കാനും കുളിക്കാനും ആസ്വദിക്കാനും സഞ്ചാരികൾക്ക് വളരെ താല്പര്യം. അതിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആ വാട്ടർഫാൾസ് ആസ്വദിച്ചു. ഇവിടെ പാറയ്ക്ക് പ്രത്യേകതയുണ്ട്. പാറക്കെട്ട് റൂം പോലെയായി, ഒരു ഗുഹ പോലെയായി പാറക്കെട്ട് നിൽക്കുന്നതിനടിയിൽ നമുക്ക് കയറി നിൽക്കാം. അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയും എടുക്കാം. താഴെ കുളിക്കുന്നവരെയും വെള്ളച്ചാട്ടവും ഒക്കെ നമുക്ക് കാണാൻ. വെള്ളച്ചാട്ടത്തിന് പ്രത്യേകതയുണ്ടത് പൊടി പോലെ മഞ്ഞ് പോലെ വീഴുന്ന വെള്ളച്ചാട്ടമാണ്. അമ്പോളിയിൽ കണ്ടതുപോലുള്ള വെള്ളച്ചാട്ടമല്ല. ഇതിന് പ്രത്യേകതയുണ്ട്. ബാബ വെള്ളച്ചാട്ടം, അതായത് കുംഭാവട എന്നാണ് ഇതിൻ്റെ സ്ഥലപ്പേര്, കുംഭാവട വാട്ടർഫാൾസ്. നമുക്ക് വെള്ളം വീഴുന്ന എന്ത് മനോഹരമായിട്ടാണ് വെള്ളം വീഴുന്നത്. മുകളിൽ നിന്ന് വെള്ളം വരുന്ന ദൃശ്യം ആരെയും അത്ഭുതപ്പെടുത്തും. അസുലഭ കാഴ്ച. വളരെ ആഹ്ലാദത്തോടെ സഞ്ചാരികളും യാത്രക്കാരും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സിന്ധുദുർഗ് യാത്ര ആസ്വദിച്ചു. ഏവർക്കും കണ്ണിനും മനസ്സിനും കുളിര് കോരിയിടുന്ന ഈ യാത്ര ഒരു അസുലഭ സന്ദർഭം. മലപ്പുറത്ത് നിന്നുള്ള അബുവിൻ്റെയും ടൂറിൻ്റെയും ട്രിപ്പ് അപ്ഡേറ്റ്സ് എന്ന പ്രസ്ഥാനം, നബീലും ഉൾപ്പെടുന്ന 3 പേരുടെ ട്രിപ്പ് അപ്ഡേറ്റ്സ് എന്ന പ്രസ്ഥാനമാണ് നമ്മളെ ഈ അനുഭവ സമ്പത്ത് ദർശിക്കാൻ സാഹചര്യമൊരുക്കി. വളരെ നല്ല ഒരു ട്രിപ്പായിരുന്നു. ഒരു ദിവസം കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. മിനിമം ടൈമിൽ മാക്സിമം എൻജോയ്മെൻറ്റ്. ഒരു ദിവസം ഉച്ചയ്ക്ക് യാത്ര പുറപ്പെട്ടു, കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പിറ്റേ ദിവസം വെളുപ്പിന് മഹാരാഷ്ട്രയിലെത്തി. അന്നൊരു ഫുൾ ഡേ ട്രിപ്പ്. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞങ്ങൾ വീണ്ടും കുടാൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അടുത്ത വണ്ടിക്ക് നാട്ടിലേക്ക് മടങ്ങി. ഇതിനകം കാണാവുന്നതും ആസ്വദിക്കാവുന്നതും അനുഭവിക്കാവുന്നതും പരമാവധി എൻജോയ് ചെയ്തു ഒരു ത്രില്ലിംഗ് സീനറി അനുഭവിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. തിരിച്ച് കുടാൾ റെയിൽവേ സ്റ്റേഷനിൽ